ഹായ് ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് ഹെയർ ഗ്രോത്ത് ടിപ്പ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കങ്ങനെ ഹെയർ കെയർ അങ്ങനെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ടിപ്പ് മാത്രമല്ല ഹെയർ കെയറും കൂടെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് പറയാമെന്ന് വിചാരിച്ചു. മീൻസ് എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹെയർ കെയർ റുട്ടീനൊന്നും ഇല്ല. മീൻസ് ഞാൻ വീക്ക്ലി വൺസ് എന്തെങ്കിലും ഒരു എണ്ണ തേക്കും, സാധനം പച്ച വെളിച്ചെണ്ണ തേക്കുക, പിന്നെ അമ്മൂമ്മ വല്ല എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തേക്കും. ദെൻ ഷാമ്പു വാഷ്, ഒരു കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യും. ഇത് തന്നെയുള്ള എൻ്റെ ഹെയർ കെയർ. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ട് അമ്മൂമ്മയ്ക്ക് എല്ലാവർക്കും ഹെയർ ഉണ്ട്. സോ ഞാനങ്ങനെ മുടി വളരാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ മുടി പോയിരുന്നു ഒരിടയ്ക്ക്, നല്ല രീതിയിൽ കൊഴിഞ്ഞു. എപ്പോൾ നമ്മളുടെ ഒരു +2 ടൈമിൽ നന്നായിട്ട് പോയി. എനിക്ക് പേടിയായിട്ട് അത്ര പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ഇതിൽ വരുത്തിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ ഇന്നത്തെ വീഡിയോയിൽ. സോ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞു. ഇനി ഞാൻ എണ്ണയൊക്കെ ഇട്ട് വാഷ് ചെയ്യൽ ഇനി അടുത്ത ആഴ്ചയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഹെയർ വാഷ് ഉണ്ടാവും. പക്ഷെ എണ്ണ ഒന്നും തേച്ച് വാഷ് ചെയ്യലൊന്നുമില്ല. വീക്ക്ലി വൺസ് ഞാൻ തലയിൽ എണ്ണ ഇടാറുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചെട തീർക്കുക ഗൈസ്. ഞാനിപ്പോൾ ഒരു ചീപ്പ് എടുത്തു. അങ്ങനത്തെ ചീപ്പിൽ ഞാൻ ഓൾറെഡി ചെട തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇച്ചിരി വെട്ടയുള്ള ചീപ്പ് എടുത്തിട്ട് മുടി നന്നായിട്ട് ചീവി വെക്കുക. എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ഡേ കഴിഞ്ഞിട്ടുള്ള അന്നാണ് കേട്ടോ. കാരണം തലയിൽ ഒരു തുള്ളി പോലും ഒരു മഴ ഉണ്ടാവില്ല. ഇങ്ങനെ പറന്ന് നീക്കി വയ്ക്കും. അപ്പോൾ എന്താണ് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഉണ്ടാവും ഗൈസ്. എടുത്തുള്ളൂ. വെറുതെ ഇങ്ങനെ ഒന്ന് സ്കാൽപ്പിലേക്ക് എത്തുന്ന രീതിയിലൊന്ന് ജസ്റ്റ് തേക്കുക. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 5 മിനിറ്റ് ഇങ്ങനെ ഹെയറിൻ്റെ സ്കാൽപ്പ് മസാജ് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുക. ഇത് ഹെൽപ്പ് ചെയ്യും. എണ്ണ എല്ലാ ദിവസവും തേക്കരുത്. ഞാൻ ഇപ്പം എൻ്റെ തലയിൽ മീൻസ് ഹെയർ വാഷ് ഡേ കഴിയുമ്പോൾ എൻ്റെ തലയിൽ ഒരു തുള്ളി എണ്ണ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഞാൻ തേക്കണതാണ്. തുറടുക്കുക, ടിപ്പിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പടർന്നു എടുക്കുക. ഇങ്ങനെ പിന്നി കെട്ടി വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി ഞാനിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. മുടി വളരണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ മുടി അഴിച്ചിടേ ചെയ്യരുത്. എപ്പോഴും പിന്നി കെട്ടി ഒതുക്കി വെച്ച് നടക്കുക. ഞാൻ ഓപ്പൺ ഹെയർ അങ്ങനെ ഇടാറില്ല. ഒരു എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ റെയറായിട്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു ഹെയർ, അതും ഓപ്പൺ ഹെയറിൽ ഇവിടെ നിന്നൊക്കെ എടുത്ത് കെട്ടി അങ്ങനെ വെച്ചിട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ പോണിയും അത് വീക്ക്ലി വൺസൊക്കെ ഞാൻ പോണി കെട്ടാറേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കെട്ടണ പോലെ നിങ്ങൾക്ക് കണ്ടുണ്ടാവും. പക്ഷേ ഞാൻ പുറത്ത് പോകുമ്പോൾ കെട്ടാറില്ല. കാരണം എന്താ, കാറ്റടിച്ച് മുടി പിടിച്ചാകെ നശിക്കും. അപ്പം ഇങ്ങനത്തെ 1-2 കാര്യങ്ങളോട് ശ്രദ്ധിക്കാം മുടി വളരാനായിട്ട്. പിന്നെ ആവശ്യമുള്ള കളറും അതൊന്നും ചെയ്ത് മുടി കളയരുത്. മുടി വളരാനായിട്ട് ഏറ്റവും നല്ല കാര്യം അതാണ്. ഹീറ്റൊന്നും കൊടുത്ത് ഉപദ്രവിക്കാണ്ടിരിക്കുക. അതിൻ്റെ വഴിക്ക് വിടുക. നല്ലപോലെ ഫുഡും വെള്ളമൊക്കെ കുടിക്കുക. അത്യാവശ്യം ഹെയർ കെയർ ഒക്കെ ചെയ്യുക. എണ്ണയൊക്കെ തേച്ച് കുളിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരെ. ടാറ്റാ.